ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. കർത്താവിൽ പ്രിയ ദൈവജനമേ, വീണ്ടും നമുക്ക് 2026 രണ്ടാമത്തെ പാഠത്തിലേക്ക് കടന്നു വരുവാൻ വലിയവനെ ദൈവം നമ്മളെ സഹായിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തുള്ള സെക്ഷന്റെ ഈ പാഠപഠന പദ്ധതിയിലേക്ക് എല്ലാവരും ഒരിക്കൽ കൂടി കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ വളരെ സന്തോഷമായി സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ പാഠത്തിന് തലക്കെട്ട് നന്ദി പ്രകടനവും പ്രാർത്ഥനയും അർപ്പിക്കുന്നതിനുള്ള കാരണങ്ങൾ. മനപ്പാഠവാക്യം എടുത്തിരിക്കുന്നത് ഫിലിപ്പർ 1:4. അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തീർക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കും. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിച്ച് പാഠത്തിലേക്ക് പ്രവേശിക്കാം. ഇടങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാർത്തപ്പെട്ട കർത്താവെ, തിരുനാമത്തിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. 2026 ഒന്നാം ക്വാർട്ടറിലെ രണ്ടാമത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അടിയങ്ങളെ സഹായിച്ചതോർത്ത് സ്തുതിക്കുന്നു. ഈ പാഠം പഠിക്കുന്ന എല്ലാ ദൈവത്തിന്റെ മക്കളെയും അവിടുത്തെ കൃപയിലും സമാധാനത്തിലും കാത്ത് സന്തോഷമുള്ളവരായി ജീവിപ്പാൻ ദൈവം ചെയ്യുന്ന ഉപകാരങ്ങൾ നന്മകളെ ഓർത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവെ അവിടുത്തെ മക്കളായി നിലനിൽപ്പാൻ അവിടുന്ന് സഹായിക്കണം. പാഠപഠനത്തിലുടനീളം അവിടുത്തെ സാന്നിധ്യം ഉണ്ടാവണം. ക്രൂരലെ ക്ഷമിക്കണം, മാനമത്വം അവിടുന്ന് എടുക്കണം. എല്ലാടിയിൽ കാജീവനെത്തുന്ന യേശുവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയുടെ കേൾക്കണം. നല്ല ദൈവമേ, ആമേൻ. നമ്മൾ ഈ ആഴ്ചയിൽ ചിന്തിക്കുന്നത് നന്ദി പ്രകടനവും പ്രാർത്ഥനയും അർപ്പിക്കുന്നതിനുള്ള കാരണങ്ങൾ. ആ കാരണങ്ങളെ നമുക്ക് തികച്ചും മനസ്സിലാക്കാൻ കഴിയും. കാരണം നാം നന്ദി പ്രകടിപ്പിക്കുന്നത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ നന്മയ്ക്കും ഉപകാരത്തിനും ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ കരുണയും നാം അനുഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും നാം നന്ദിയുള്ളവരായിട്ട് ഇരിക്കുക സ്വാഭാവികമാണ്. പ്രാർത്ഥന നാം ദൈവത്തോട് ചെയ്യുന്ന അപേക്ഷയും ദൈവത്തോട് നാം സംസാരിക്കുന്ന നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ അപേക്ഷകളും നാം ദിവസങ്ങളിൽ പകരുന്ന നമ്മുടെ ഹൃദയത്തിന്റെ ഭാരങ്ങളായാലും പ്രയാസങ്ങളായാലും നാം പ്രാർത്ഥനയോടെ ആ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈ രണ്ട് കാര്യവും ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥനയിലൂടെയും ജാഗരണത്തിലൂടെയും ബന്ധപ്പെടുന്ന, ദൈവത്തോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ സംബന്ധിച്ച് ദൈനംദിനമായിട്ട് അനുവർത്തിക്കുന്ന, ചെയ്തു പോരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിലൂടെ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം, അല്ലാതെ നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഒരു കാര്യം നാം ഓർക്കേണ്ടത്, ദൈവം ചെയ്യുന്ന സകല കാര്യങ്ങൾക്കും നാം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കും. മാത്രമല്ല, ആ നന്ദി നാം സഭാ മധ്യേ നാം അറിയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെ, നന്മകളെ മറ്റുള്ളവർക്ക് കേൾക്കുവാനും അത്തരത്തിലുള്ള ഒരു നന്ദി പറയാനുള്ള അവസരത്തിലേക്ക് അവർക്കും നയിക്കപ്പെടുവാനും അവരനുഭവത്തിൽ അവർക്കും കടന്നു വരുവാനും ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു താല്പര്യം അവരും അത് ജനിപ്പിക്കുവാൻ കഴിയുന്നതുകൊണ്ട് തീർച്ചയായിട്ടും സഭാമധ്യ സഭ മുമ്പാകെ നാം ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നത്, ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉചിതമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇവിടെ പൗലോസ് തൻ്റെ ലേഖനങ്ങൾ തൻ്റെ വിശ്വാസികൾക്കും തൻ്റെ സഭകൾക്കും എഴുതുമ്പോൾ അവിടെയൊക്കെ ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും ആർദ്രതയോടെ ആ ജനത്തെ അഭിസംബോധന ചെയ്യുകയും പല ലേഖനങ്ങളിലും ആ ലേഖനം അവസാനിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ലേഖനം തുടങ്ങുമ്പോൾ ചില പ്രിയപ്പെട്ട വ്യക്തികളുടെ പേര് എടുത്ത് പരാമർശിച്ചുകൊണ്ട് അത് തുടങ്ങുകയും അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതി പൗലോസിനുണ്ട്. മാത്രമല്ല, താൻ സ്ഥാപിച്ച സഭയിലെ വിശ്വാസികൾ എങ്ങനെ ജീവിക്കുന്നു, അവരുടെ പ്രത്യാശ എത്രമാത്രമുണ്ട്, അവരുടെ വിശ്വാസം എങ്ങനെ വർദ്ധിച്ചു വരുന്നു, അവരെങ്ങനെ സഭയിലായിരിക്കുന്നു, അവരുടെ ജീവിതത്തിൻ്റെതായ മറ്റ് തലങ്ങളെക്കുറിച്ച്, അവരുടെ മറ്റ് പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, അവരുടെ സഹകരണത്തെ സംബന്ധിച്ച്, അവരുടെ പരസ്പര സ്നേഹത്തെ സംബന്ധിച്ചൊക്കെ എപ്പോഴും വളരെ താല്പര്യമുള്ള, അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന, അത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു സ്വഭാവം, ഒരു രീതി പൗലോസിന് ഉണ്ട്. അതുകൊണ്ട് തന്നെ പൗലോസ് ഈ പാഠത്തിലൂടെ നമ്മോട് പറയുന്നത് നമുക്ക് എപ്പോഴും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാൻ കഴിയണം. അപ്പൊ പൗലോസിനെ സംബന്ധിച്ച് പൗലോസ് കർത്താവ് യേശു ക്രിസ്തുവിനോട്
വ്യക്തിപരമായിട്ട് എങ്ങനെ തൻ്റെ സകല കാര്യങ്ങളെയും ഒരു സഹോദരനോടോ ഒരു പിതാവിനോടോ അല്ലെങ്കിൽ ഒരു അടുത്ത സ്നേഹിതനോടോ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുകയും തിരിച്ച് കർത്താവ് യേശു ക്രിസ്തു പൗലോസിന് പറയുവാനുള്ള, പൗലോസിനെ അറിയിക്കാനുള്ള കാര്യങ്ങൾ പരിശുദ്ധാത്മാവിലൂടെ നേരിട്ട് സംസാരിച്ച് പൗലോസിനെ പല കാര്യങ്ങളും ധരിപ്പിക്കുന്നതായിട്ടും പല കാര്യങ്ങളും പൗലോസിന് സംസാരിക്കുന്നതായിട്ടും അതിൻ പ്രകാരം പൗലോസ് തൻ്റെ സുവിശേഷ വേലയിലെ പല സന്ദർഭങ്ങളിലും പ്രവർത്തിച്ചതായിട്ടും തീരുമാനങ്ങൾ എടുത്തതായിട്ടും തൻ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയതായിട്ടും ഒക്കെ നമ്മൾ പൗലോസിന്റെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ കർത്താവ് യേശു ക്രിസ്തുവിനോട് നിരന്തരമായ പ്രാർത്ഥനയും നിരന്തരമായ സംസാരവും പുലർത്തിയിരുന്ന, ദൈവത്തിന് എപ്പോഴും നന്ദി അർപ്പിക്കുന്ന, സകല കാര്യങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ നന്ദിയോടെ കർത്താവിന്റെ സന്നിധി കടന്നു വന്ന് സകല കാര്യങ്ങൾക്കും ദൈവത്തോട് നന്ദി പറയുന്ന ഒരു സ്വഭാവം, ഒരു ശീലമുള്ള ഒരു വ്യക്തിയായിരുന്നു പൗലോസ് എന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് പൗലോസിന്റെ ലേഖനങ്ങളൊക്കെ പൊതുവായിട്ടും ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം തന്നെ തൻ്റെ സഭാവിശ്വാസികളോട്, തൻ്റെ ജനത്തോട് വളരെ സ്നേഹവും കരുതലും ആർദ്രതയും എപ്പോഴും പുലർത്തിയിരുന്ന ഒരു സുവിശേഷകനായിരുന്നു, ഒരു ദൈവത്തിന്റെ ദാസനായിരുന്നു പൗലോസ് നമുക്കറിയാം. ഇവിടെ പൗലോസ് പറയുന്നത് ദൂതന്മാരെക്കാൾ ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ അനുഗ്രഹവും ആഴമായ ദൈവത്തിന്റെ സ്നേഹവും മനസ്സിലാക്കുവാനുള്ള അവസരം ദൈവം തൻ്റെ ജനത്തിന് നൽകിയിട്ടുണ്ട്. അത് അനേകര് അനുഭവത്തിലൂടെ കടന്നു വന്നിട്ടുണ്ട്. അത്തരം അനുഭവങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുള്ള വ്യക്തിയാണ് പൗലോസ്. അപ്പോൾ ദൈവത്തിന്റെ ആഴമായ സ്നേഹവും കൃപയും എത്രമാത്രം ഉണ്ട് എന്ന് അനുഭവിച്ച് അറിഞ്ഞ് അത് മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്ന നിലയിൽ ദൈവത്തോട് മാത്രമല്ല നാം മറ്റുള്ളവരോടും നന്ദിയുള്ളവരായിരിക്കണം എന്ന് പൗലോസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിശ്വാസികളോടും നമ്മുടെ സഹോദരങ്ങളോടും നാം എത്രമാത്രം നന്ദിയുള്ളവരായിരിക്കുന്നു, അതിലുപരിയായിട്ട് ആ ഒരു നന്ദിയുടെ അനുഭവത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു ആത്മീയ അന്തരീക്ഷം, ആ ഒരു വിശ്വാസ ജീവിതത്തെ നമുക്ക് വളർത്തിയെടുക്കുവാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് നമ്മളെ ആത്മീയമായിട്ട് ബലപ്പെടുത്തുന്ന ആ ദൈവത്തോട് നാം എത്രമാത്രം നന്ദിയുള്ളവരായിരിക്കണം എന്ന് അവിടെ പൗലോസ് രേഖപ്പെടുത്തുകയാണ്. അപ്പൊ തീർച്ചയായും നാം ദൈവസന്നിധിയിൽ എപ്പോഴും നന്ദിയുള്ളവരും ദൈവം ചെയ്യുന്ന സകല നന്മകൾക്കും ഉപകാരങ്ങൾക്കും നാം എപ്പോഴും ദൈവത്തിന് നന്ദി പറയുകയും ദൈവത്തോട് പ്രാർത്ഥനയിലൂടെ നമ്മുടെ സകല കാര്യങ്ങളെ സമർപ്പിക്കുകയും ചെയ്യേണ്ടത് നമുക്ക് ദൈവമായിട്ട് നിരന്തരമായ ഒരു ബന്ധം നിലനിർത്തുവാനും ആ ബന്ധത്തിൽ നമുക്ക് പ്രാപിക്കുവാൻ കഴിയുന്ന സ്വർഗീയമായ സമാധാനവും സന്തോഷവും സ്വർഗീയമായ ആലോചനകളും നമുക്ക് ലഭിക്കുവാനും അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ നിയന്ത്രണത്തിലൂടെയും ആലോചനയിലൂടെയും നടത്തിപ്പിലൂടെയും നമുക്ക് മുൻപോട്ട് പോകുവാനും കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് നാം വളർന്നു വരണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു. പൗലോസ് അടുത്തായിട്ട് ചിന്തിക്കുന്നത് സുവിശേഷത്തിലെ കൂട്ടായ്മയെ കുറിച്ചാണ്. എന്താണ് കൂട്ടായ്മ? നമുക്ക് അറിയാം. തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ നമുക്ക് ആവശ്യം വേണ്ട അനേക കാര്യങ്ങൾ പ്രധാനപ്പെട്ട ഒന്ന് കൂട്ടായ്മയുടെ അനുഭവമാണ്. ഈ കൂട്ടായ്മയുടെ അനുഭവം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ തീർച്ചയായും നമുക്ക് ദൈവമക്കൾ എന്ന നിലയിൽ നാം ദൈവിക വിശ്വാസത്തിൽ ഒന്നിച്ച് ആയിരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് വളരുവാൻ, നാം ബലപ്പെടുവാൻ, മറ്റുള്ളവരെ ബലപ്പെടുത്തുവാൻ, നമുക്ക് വിശ്വാസത്തിൽ വളരുവാൻ, പ്രത്യാശ നമ്മളെ വർദ്ധിക്കുവാൻ തീർച്ചയായിട്ടും ഈ കൂട്ടായ്മയുടെ അനുഭവം നമ്മളെ സഹായിക്കുന്നു. കാരണം നാം കൂടി വരുമ്പോൾ, നാം പ്രാർത്ഥിക്കുമ്പോൾ, നാം മറ്റുള്ളവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ജാഗരിക്കുമ്പോൾ, മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, മറ്റുള്ള ഭാരങ്ങളെ നമ്മൾ വഹിക്കുമ്പോൾ, നമ്മുടെ പ്രയാസങ്ങളെ പരസ്പരം നമ്മൾ പങ്കുവെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, കൂടി വരുമ്പോൾ ആ ഒരു കൂട്ടായ്മയുടെ അനുഭവം നമുക്ക് നൽകുന്ന ഒരു വലിയ പ്രത്യാശയും വിശ്വാസവും ഒരു സ്നേഹവുമുണ്ട്. അത് അനുഭവിക്കുക എന്ന് പറയുന്നത് തീർച്ചയായും ഒരു ദൈവത്തിന്റെ പൈതലിനെ സംബന്ധിച്ച് തന്റെ ജീവിതത്തിൽ മറ്റെന്തിനെക്കാട്ടിലും ഏറ്റവും വിലപ്പെട്ടതാണ് എന്ന് പൗലോസ് മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ തന്നെ പൗലോസിന്റെ വിശ്വാസികളായ ജനങ്ങളും അത് മനസ്സിലാക്കണം എന്ന് പൗലോസ് പറയുന്നു. അപ്പോൾ നാം ഓരോരുത്തരും അതുപോലെ നമ്മുടെ ആത്മീയ നേതൃത്വങ്ങളും എല്ലാവരെയും പരസ്പരം വഹിച്ചുകൊണ്ടും ഓർത്തുകൊണ്ടും പ്രാർത്ഥനയിൽ അവർക്ക് വേണ്ടി ജാഗരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാവണമെന്ന്, ആ ഒരു അനുഭവം നമുക്ക് ഉണ്ടാവണമെന്ന്, അങ്ങനെ ഒരു ശീലം നമ്മൾ വളർത്തിയെടുക്കണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു. അപ്പോൾ അഹരോൻ എങ്ങനെയാണ് ഇസ്രായേൽ മക്കളുടെ പേരുകളെ, ഗോത്രത്തിന്റെ പേരുകളെ അഹരോന്റെ
ആ, ന്യായവിധി പതക്കത്തിൽ രേഖപ്പെടുത്തി താൻ ദൈവത്തിന്റെ ആലയത്തിൽ സമാന കൂടാരത്തില് ശുശ്രൂഷയ്ക്ക് കയറുമ്പോൾ ആ 12 ഗോത്രങ്ങളെയും തന്റെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്നത്. അതുപോലെ നാം ഓരോരുത്തരും തീർച്ചയായും ആ, നമ്മുടെ ആ, സഭ അല്ലെങ്കിൽ വിശ്വാസികളെ, നമ്മുടെ ജനങ്ങളെ, നമ്മുടെ സഹോദരങ്ങളെ ആ, നമ്മുടെ ഹൃദയങ്ങളിൽ വഹിച്ചുകൊണ്ട്, നമ്മുടെ പ്രാർത്ഥനയിൽ വഹിച്ചുകൊണ്ട്, നമ്മുടെ ആ, ജാഗരണത്തിൽ നാം അവരെ ഓർത്തുകൊണ്ട് തീർച്ചയായിട്ടും അവരെ ഓർത്ത് നാം പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളെ ഓർത്തും നാം നന്ദിയുള്ളവരായിരിക്കുകയും ചെയ്യണം. മാത്രമല്ല, ഈ കൂട്ടായ്മയുടെ അനുഭവം നമ്മളെ കൂടുതലായിട്ട് ദൈവത്തിൽ വിശ്വാസത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുവാനും കൂടുതൽ പ്രത്യാശയുള്ളവരെ നമുക്ക് നിലനിൽക്കുവാനും കഴിയും. ഇപ്പൊ ഫിലിപ്പിയർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ പൗലോസ് സൂചിപ്പിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയും, അതില് നമ്മൾ ചിന്തിക്കുക, എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സകല കാര്യങ്ങൾക്കും വേണ്ടി, തൻ്റെ ജനത്തിന് വേണ്ട സകല കാര്യങ്ങളെ സംബന്ധിച്ചും അവരുടെ ജീവിതത്തിൽ അവർക്ക് ആവശ്യമായ സകല ആത്മീയവും ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം പൗലോസിനുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഇതുപോലെ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, സഹവിശ്വാസികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുന്ന അനുഭവം ഉണ്ടെങ്കിൽ പ്രാർത്ഥനയിൽ നമുക്ക് വളർന്നു വരുവാനും ആ പ്രാർത്ഥനയോട് നമുക്ക് ലഭിക്കുന്ന വിശ്വാസത്തിൽ നമുക്ക് ധൈര്യമുള്ളവരായിട്ടും പ്രത്യാശയുള്ളവരായിട്ട് ഇരിക്കാനും നമുക്ക് കഴിയും. അതുകൊണ്ട് പൗലോസ് പറയുന്ന ആ കൂട്ടായ്മയുടെ അനുഭവം നമുക്ക് എപ്പോഴും സൂക്ഷിപ്പാൻ തക്കവണ്ണം, അത് വളർത്തിയെടുക്കുവാൻ തക്കവണ്ണം നാം ശ്രദ്ധയുള്ളവരായിരിക്കണം എന്ന് പൗലോസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ പരസ്പരമായിട്ടുള്ള ബന്ധം, സ്നേഹം, കൂട്ടായ്മ എപ്പോഴും ദൈവജനത്തിന്റെ ജീവിതത്തിൽ ഒന്നിച്ച് ആയിരിക്കുന്ന ഒരു മനോഭാവവും, വിശ്വാസം പങ്കിടുന്ന ഒരു മനോഭാവവും, സാക്ഷ്യങ്ങളിലൂടെയും പ്രാർത്ഥനയിലൂടെയും നന്ദി പ്രകടനങ്ങളിലൂടെയും മറ്റുള്ളവരെയും പ്രത്യാശയിലേക്ക് വഴി നടത്തുവാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം, ഒരു സാഹചര്യം നമുക്ക് നമ്മുടെ കൂട്ടായ്മകളിലും നമ്മുടെ കൂടിവരവുകളിലും നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. പൗലോസ് താനായിരുന്ന എല്ലാ സാഹചര്യങ്ങളിലും, പ്രത്യേകിച്ച് ഈ ഒരു ഭാഗം നമ്മൾ പഠിക്കുന്നത് പൗലോസ് തടവിൽ കിടന്നുകൊണ്ട് എഴുതുന്ന ലേഖനങ്ങളാണ്. ഒരു സ്വതന്ത്രനായ വ്യക്തിയെക്കാൾ ഉപരി പൗലോസിന് എത്രമാത്രം അസ്വാതന്ത്ര്യം, എത്രമാത്രം പ്രയാസം, എത്രമാത്രം ബുദ്ധിമുട്ടുകൾ ആ സമയത്ത് പൗലോസിന് ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ആ ഒരു അവസ്ഥ പൗലോസിന്റെ സുവിശേഷ വേലയിൽ അല്പം പോലും തടസ്സമുണ്ടാക്കുവാൻ ഇടയായില്ല. അല്ലെ പൗലോസ് തന്റെ സുവിശേഷ വേല ഏതെങ്കിലും തരത്തിൽ അതിൽ നിന്ന് പിന്നാക്കം പോകുവാനോ അല്ലെങ്കിൽ ആ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കുവാനോ ഉള്ള ഒരു അവസരമായിട്ട് അതിനെ കാണുവാൻ ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ തന്റെ അവസ്ഥ ഏതായിരുന്നാലും ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ തനിക്ക് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുക, പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക, മറ്റുള്ളവരോട് സംസാരിക്കുക, മറ്റുള്ളവരോട് സാക്ഷ്യം പറയുക, അവരുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി ആലോചന കൊടുക്കുകയും ചെയ്യുക. ഇതൊക്കെ താൻ ബന്ധനസ്ഥരായിരിക്കുന്ന അവസ്ഥയിൽ പോലും ചെയ്യുവാൻ പൗലോസിന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് പൗലോസ് തന്നെ പറയുന്നത്, ഞാൻ ജീവിച്ചാലും മരിച്ചാലും തന്നെ ആശ്രയിക്കുന്ന എല്ലാവരിലും ദൈവം നല്ല പ്രവൃത്തി പൂർത്തിയാക്കുമെന്ന് പൗലോസ് ചിന്തിക്കുന്നു. നമ്മൾ എങ്ങനെയായിരുന്നാലും നാം ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, നമ്മളായിരിക്കുന്ന അവസ്ഥ ഏത് തരത്തിലുള്ളതാണെങ്കിലും അവിടെയൊക്കെ ആ ദൈവത്തോട് കൂട്ടായ്മ ആചരിപ്പാൻ, ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, നമ്മുടെ കൂടെയുള്ളവരെ സഹകരിപ്പിക്കുവാൻ, അവരെ നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കുവാൻ, അവരെയും നമ്മുടെ സ്നേഹം മനസ്സിലാക്കുവാനുള്ള തരത്തിൽ നമുക്ക് അവരോട് പെരുമാറുവാൻ കഴിയുമെങ്കിൽ ആ സാഹചര്യത്തിലും നമുക്ക് ദൈവത്തിന്റെ വേല, ആ സുവിശേഷ പ്രവർത്തനത്തിന്റെ ആ അനുഭവം മറ്റൊരുമായിട്ട് പങ്കുവയ്ക്കാൻ നമുക്ക് കഴിയും എന്ന് അവിടെ പൗലോസ് ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതുമ്പോൾ അതിന്റെ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിങ്ങളെ വഹിക്കുന്നു എപ്പോഴും. ഫിലിപ്പിയർ വിശ്വാസികളെ തന്റെ ഹൃദയത്തിൽ പൗലോസ് വഹിക്കുന്നു എന്നവിടെ താൻ രേഖപ്പെടുത്തുന്നു. മാത്രമല്ല, ഈ ഫിലിപ്പിയർ വിശ്വാസികള് ഈ പൗലോസിന്റെ ഈ ബന്ധനാവസ്ഥയിൽ പൗലോസ് അവരെ അറിയിച്ച കാര്യങ്ങൾ, അവരോട് പറഞ്ഞ കാര്യങ്ങൾ ഏറ്റവും സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും അവർ തിരികെ അതനുസരിച്ച് പൗലോസിനോട് പ്രതികരിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിഞ്ഞുവെന്ന് പൗലോസ് രേഖപ്പെടുത്തുന്നു. മറ്റേത് സഭകളെക്കാൾ ഫിലിപ്പിയൻ വിശ്വാസികൾ പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അതുപോലെ തന്നെ വിശ്വസ്തമായിട്ട് പ്രവർത്തിച്ചു എന്നും അവരുടെ ആത്മാർത്ഥത പൗലോസിന് മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് തന്നെ അവരെ എപ്പോഴും ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് താൻ ആയിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നു. അതുപോലെ നാം ഓരോരുത്തരും നാം
പ്രതികരിക്കുന്ന സമൂഹത്തെ, നാം പ്രതികരിക്കുന്ന നമ്മുടെ മറ്റ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ നേതൃത്വങ്ങളെ, നമ്മുടെ സഹവിശ്വാസികളെ, മറ്റ് സഹോദരങ്ങളെ, ആവശ്യങ്ങളിരിക്കുന്ന മറ്റ് ജനങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും അവരുമായിട്ട് കൂട്ടായ്മ ആചരിക്കുകയും ആ കൂട്ടായ്മയുടെ അനുഭവത്തിൽ നമുക്ക് ആത്മീയമായിട്ട് വളരുവാൻ, മറ്റുള്ളവരെ അത്തരത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ, പ്രേരിപ്പിക്കുവാനും കഴിയുകയും ചെയ്യുമ്പോൾ പൗലോസ് എങ്ങനെ തന്റെ ബന്ധനാവസ്ഥയിലും കിടന്നുകൊണ്ട് തന്റെ സുവിശേഷ പ്രവർത്തനത്തിന് അല്പം പോലും തടസ്സമുണ്ടാക്കാതെ മറ്റുള്ളവരിലേക്ക് തന്റെ ദൂതുകളും തന്റെ ആശയങ്ങളും എത്തിക്കുവാൻ ശ്രമിച്ചുവോ, അതുപോലെ തന്നെ നമുക്കും ചെയ്യുവാൻ കഴിയുന്നുവെങ്കിൽ നാം പൗലോസിന്റെ സാഹചര്യങ്ങളിൽ ഒരു 100-ൽ 1 പ്രയാസങ്ങൾ പോലും ഈ സമയങ്ങളിൽ അനുഭവിച്ചവരോ അനുഭവിക്കുന്നവരോ അത്തരം സാഹചര്യങ്ങൾ ജീവിക്കുന്നവരോ അല്ല നമുക്കറിയാം. എങ്കിലും പൗലോസ് തന്റെ ജീവിതത്തിൽ അനുഭവിച്ചിരുന്നതായ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, അനേകമായിട്ടുള്ള ദുരിതങ്ങൾ, ബുദ്ധിമുട്ടുകൾ നമ്മൾ കണക്കാക്കുമ്പോൾ നാം എത്രയോ സ്വതന്ത്രരും, എത്രയോ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ദൈവവേലയിൽ വളരെ ശക്തമായിട്ട് നിലനിൽക്കുവാനും നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളും നമുക്ക് ലഭിക്കുന്നതായ എല്ലാ കഴിവുകളും, നമുക്കുള്ളതായ ദൈവം നമുക്കുള്ള കഴിവുകളും നാം അതിനു വേണ്ടി പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരിലേക്ക് ഈ വലിയ സത്യം എത്തിക്കുവാനും നാം വിശ്വസിക്കുന്ന പ്രത്യാശയിൽ മറ്റുള്ളവരെ നമുക്ക് ആകർഷിക്കുവാനും അല്ലെ മറ്റുള്ളവരെ നമുക്ക് ക്ഷണിക്കുവാനും ആ പ്രത്യാശ മറ്റുള്ളവരെ പങ്കിട്ടുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വളരണം. നാം ആ സാഹചര്യത്തിലേക്ക് ചിന്തിക്കണം. നാം അത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് നമുക്ക് ആയിത്തീരുവാൻ കഴിയുമെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുവാനും അത്തരത്തിൽ നമ്മൾ ചിന്തിപ്പിക്കാനുമാണ് ഈ ഒരു പാഠങ്ങളിൽ പൗലോസ് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് ഞാൻ ചിന്തിക്കുന്നു. അതുപോലെ പൗലോസിന്റെ പ്രാർത്ഥനയും പൗലോസിന്റെ പ്രാർത്ഥന അഭ്യർത്ഥനകളെ കുറിച്ചവിടെ പറയുമ്പോൾ ഈ പൗലോസ് ഇവിടെ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 9 മുതൽ 11 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ പൗലോസിന്റെ പ്രാർത്ഥന വളരെ വ്യത്യസ്തമായ ഒരു പ്രാർത്ഥനയാണ്. ഇപ്പൊ സാധാരണ നിലയിൽ നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ നമ്മുടെ സഹവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെയോ അല്ല പൗലോസ് പ്രാർത്ഥിച്ചത്. ആ പൗലോസിന്റെ പ്രാർത്ഥനയുടെ ഒരു വ്യത്യസ്തത നാം മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ നാം ആ ഭാവം വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത് പൗലോസിന്റെ ഏറ്റവും ഉദാത്തമായ, ഏറ്റവും ഉന്നതമായ ഒരു കാഴ്ചപ്പാടിനെയാണ്. അപ്പൊ നാം പലപ്പോഴും നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയോ നമ്മുടെ പ്രയാസങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അത് മാറുവാനോ നമുക്ക് ഒരു വിടുതൽ ലഭിക്കുവാനോ നമുക്ക് സമാധാനം ലഭിക്കുവാനോ ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുകയോ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ചെയ്യുമ്പോൾ പൗലോസിന്റെ ചിന്താഗതിയും പൗലോസിന്റെ ദർശനവും പൗലോസിന്റെ അല്ലെങ്കിൽ വീക്ഷണവും വളരെ വ്യത്യസ്തമാണ് എന്ന് നമുക്കറിയാം. ഇവിടെ ഈ ഫിലിപ്പിയർ ലേഖനത്തിന്റെ മൂല ഭാഷയിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് വെറും 43 വാക്കുകളിലാണ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. ആ 43 വാക്കുകളിൽ അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷയിൽ 43 വാക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പൗലോസിന്റെ പ്രാർത്ഥന നാം ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് ഭാഷാന്തരം നടത്തി മലയാളത്തിലേക്ക് വരുമ്പോൾ അവിടെ അതിന്റെ ആ കണ്ടന്റ് മാത്രം അവിടെ നമ്മൾ ഓർമ്മപ്പെടുന്നു. നമ്മൾ പറയുന്നത്, നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ച് വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കുവാൻ കഴിയുമാറാകുന്നവരായി തീരണം. അപ്പൊ ആ ഫിലിപ്പിയയിലെ ജനങ്ങള് എന്തായി തീരണം എന്നാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അവരുടെ ഭൗതിക സാഹചര്യങ്ങൾ നന്നാവണമെന്നും അവരുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടണമെന്നും അവരുടെ രോഗങ്ങളുണ്ടെങ്കിൽ അത് സൗഖ്യമാകണമെന്നോ അവർക്ക് കൂടുതൽ ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കണമെന്നോ അവരെപ്പോഴും സന്തോഷമുള്ളവരെ തന്നെ ഇരിക്കണമെന്നോ അങ്ങനെയല്ല പൗലോസ് പ്രാർത്ഥിച്ചത്. എന്താണ് മനുഷ്യർക്ക് നാം ഓരോരുത്തർക്കും ദൈവത്തിന്റെ വിശ്വാസത്തിൽ ദൈവവിശ്വാസത്തിൽ നിലനിൽക്കാൻ ആവശ്യമായ അടിസ്ഥാനപരമായ കാര്യം, അല്ലെങ്കിൽ ആ വിശ്വാസത്തിൽ നിലനിർത്തുവാൻ, ആ വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ വളർത്തിയെടുക്കുവാൻ നമുക്ക് ദൈനംദിനമായിട്ട് നാം എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് അതിൽ നാം ഉൾപ്പെടുത്തുകയും ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് ഇവിടെ പൗലോസ് ഓർമ്മപ്പെടുന്നത്, ഒന്ന്, നാം സ്നേഹത്തിൽ വർദ്ധിച്ചു വരണം. അപ്പോൾ നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസം നിലനിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തോടുള്ള സ്നേഹവും മാത്രമല്ല നമ്മുടെ സഹവിശ്വാസമുള്ള സ്നേഹവും നമ്മൾ സൂക്ഷിക്കുന്നവരായിരിക്കണം. അല്ലെങ്കിൽ ആ സ്നേഹം നമ്മളിൽ വളരുന്ന ഒരു അനുഭവം ഉണ്ടായിരിക്കണം. ദൈവസ്നേഹം നമ്മൾ വളരുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും സഹവിശ്വാസമുള്ള സ്നേഹവും വളരുകയില്ല. അപ്പോൾ നമുക്ക് ദൈവത്തിന്റെ സ്നേഹത്തിൽ വളരാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സഹവിശ്വാസികളെ അത്തരത്തിൽ നമുക്ക് സ്നേഹത്തിൽ നമുക്ക് നിലനിർത്തുവാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് വളരുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ സ്നേഹത്തിൽ നാം വളരുക, പിന്നെ പരിജ്ഞാനത്തിൽ നമ്മൾ വർദ്ധിച്ചു വരിക, വിവേകത്തിൽ നാം വളർന്നു വരിക. അങ്ങനെ നമ്മൾ ഭേദാഭേദങ്ങളെ വിവേചിക്കുവാൻ കഴിയുന്നവരായിരിക്കും. അപ്പോൾ നമ്മുടെ ആത്മജീവിതത്തിൽ നമുക്ക് അനേക കാര്യങ്ങൾ വിഭജിച്ചറിഞ്ഞുകൊണ്ട് നമുക്കതിനെ തിരിച്ചറിയുവാൻ കഴിയുന്നു, നമുക്കതിനെ വിവച്ഛേദിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നു. നമ്മൾ പരിജ്ഞാനത്തിലും വേഗത്തിലും സ്നേഹത്തിലും വളരണമെന്നാണ് പൗലോസ് ഫിലിപ്പിയർ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. അപ്പം നമ്മെ സംബന്ധിച്ച് അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കളെ സംബന്ധിച്ച് നാം അടിസ്ഥാനപരമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം,
നാം ദൈവസ്നേഹത്തിലും പരിജ്ഞാനത്തിലും വിവേകത്തിലും വളരുന്നുണ്ടായിരിക്കും. അങ്ങനെ വളർന്നെങ്കിൽ മാത്രമേ ഈ വിശ്വാസത്തിൽ നമുക്ക് നിലനിൽക്കാൻ കഴിയൂ, ഈ വിശ്വാസത്തിൽ നമുക്ക് കഷ്ടം സഹിക്കാൻ കഴിയൂ, ഈ വിശ്വാസത്തിൽ നമുക്ക് പാപത്തിൽ നിന്ന് നമുക്ക് നമ്മളെ രക്ഷിക്കാൻ കഴിയൂ, ഈ വിശ്വാസത്തിൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയൂ, ഈ വിശ്വാസത്തിൽ നമുക്ക് ലഭിച്ച പരിജ്ഞാനം, നമുക്ക് ലഭിച്ച ദൂത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാൻ കഴിയും. അപ്പൊ ഇവിടെയാണ് സുവിശേഷത്തിന്റെ വളർച്ച, അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ ഒരു കൂട്ടായ്മ, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ പ്രാധാന്യം. ഈ 2-3 കാര്യങ്ങൾ പൗലോസ് ഫിലിപ്പിയിലെ ജനത്തിന്റെ ആത്മീയ ജീവിതത്തിൽ അവർ വർദ്ധിക്കണം, അവർ വളരണം, അവർ അഭിവൃദ്ധി പ്രാപിക്കണം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മറ്റേത് സാഹചര്യങ്ങളെക്കാൾ ഏറ്റവും പ്രാധാന്യമേറിയത് ഈ കാര്യങ്ങളാണ് എന്ന് പൗലോസ് തിരിച്ചറിഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചും നാം ഓരോരുത്തരും ഇതുപോലെ സ്നേഹത്തിലും പരിജ്ഞാനത്തിലും വേഗത്തിലും വർദ്ധിച്ചു വരുന്നതായിട്ട് മാത്രമേ ഒരു യഥാർത്ഥ ദൈവത്തിന്റെ പൈതലായിട്ട് നമുക്ക് ആത്മീയമായിട്ട് വളരുവാനും പ്രത്യാശയിൽ നമ്മളെ തന്നെ നിലനിർത്തുവാനും പാപങ്ങൾ നമ്മളെ രക്ഷിക്കുവാനും കുറവുകളെ അല്ലെങ്കിൽ വീഴ്ചകളെ വിവേചിച്ചറിയുവാനും പരിശുദ്ധാത്മാവിന്റെ ആലോചന നമുക്ക് മനസ്സിലാക്കുവാനും ഒക്കെ നമുക്ക് കഴിയണമെങ്കിൽ നമുക്ക് ഭേദാഭേദങ്ങളെ വിവേചിക്കുവാനുള്ള കഴിവ് നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായിട്ട് നമ്മൾ പ്രാപിക്കണം. ഒരു ആത്മീയ വളർച്ചയിലേക്ക് നമ്മൾ കടന്നു വരണം. അപ്പോൾ കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തെക്കുറിച്ച് സ്നേഹം വർദ്ധിപ്പിക്കുക, അല്ലെ സ്നേഹത്തിൽ വളരുക എന്ന് പൗലോസ് ആവർത്തിച്ച് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ നാം അറിവിലും വിവേചനത്തിലും എപ്പോഴും ശ്രദ്ധയുള്ളവരും ആ അറിവ് നമ്മുടെ ജീവിതത്തിൽ നാം ശരിയായ രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് പാപങ്ങളെ, വീഴ്ചകളെ, ബലഹീനതകളെ വിവേചിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ശരിയായ കാര്യങ്ങളും ശരിയായ പാതകളും തിരഞ്ഞെടുത്തുകൊണ്ട് നമുക്ക് മുൻപോട്ട് ജീവിപ്പാൻ നമ്മളെ സഹായിക്കുന്നത് ദൈവിക പരിജ്ഞാനം നമുക്ക് ലഭിക്കുമ്പോഴും ആ പരിജ്ഞാനം നമ്മൾ വളരുകയും ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് കൂട്ടായ്മ, ദൈവസ്നേഹം, ദൈവിക പരിജ്ഞാനം, വിവേകം ഇതൊക്കെ ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യം വേണ്ട കാര്യങ്ങളാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ആ വിശ്വാസത്തിൽ നമുക്ക് ദിനംതോറും വളരുവാൻ കഴിയൂ. അപ്പൊ ആ ഒരു കൂട്ടായ്മയുടെ അനുഭവത്തിൽ ദൈവിക പരിജ്ഞാനത്തിൽ, വിവേകത്തിൽ, അതുപോലെ സ്നേഹത്തിൽ നാം വളരുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ മക്കളായി, ദൈവത്തിന്റെ നല്ല ഉത്തമ വിശ്വാസികളായി, അല്ലെങ്കിൽ ശിഷ്യന്മാരെ നമുക്ക് നിൽക്കുവാൻ കഴിയും. അങ്ങനെ നാം ജീവിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വിവേചനം അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് വിവേചിക്കാൻ നമുക്ക് കഴിയും. വിവേചിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉത്തമമായതിനെ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കഴിവിനെയാണ് വിവേചനം, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയുന്ന കഴിവിനെയാണ് വിവേചനം എന്ന് പറയുന്നത്. ഏറ്റവും ശരിയായത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ആ ശക്തിയാണ് വിവേചനം അല്ലെങ്കിൽ വിവേചന ശക്തി എന്ന് പറയുന്നത്. അതുപോലെ ആത്മാർത്ഥത. നമ്മൾ ആത്മാർത്ഥത എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവായിട്ട് പല കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, പല ഡെഫിനിഷനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ആത്മാർത്ഥത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ പ്രവൃത്തികൾ വളരെ സുതാര്യവും ഏവർക്കും അത് സ്പഷ്ടവുമാവുന്ന തരത്തിൽ നാം പ്രവർത്തിക്കുമ്പോൾ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആണ് അത് ആത്മാർത്ഥമായിട്ട് മാറുന്നത്. കാരണം ഒരു വ്യക്തി ഒരു കാര്യം ഏറ്റവും ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിൽ യാതൊരു തരത്തിലുള്ള വീഴ്ചകളോ കുറവുകളോ അല്ലെങ്കിൽ ന്യൂനതകളോ കണ്ടുപിടിക്കാൻ മറ്റൊരു വ്യക്തിക്ക് കഴിവില്ല, അല്ലെങ്കിൽ ഒരിക്കലും കഴിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവില്ല. അത്തരത്തിൽ ഏറ്റവും സുതാര്യമായിട്ടും ഏറ്റവും പ്രകടമായിട്ടും നാം ചെയ്യേണ്ട കാര്യങ്ങൾ പൂർണ്ണമായി നമുക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്രവൃത്തി ആത്മാർത്ഥമുള്ളതാണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഇടർച്ച വരുത്തുക. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലായാലും മറ്റുള്ള ജീവിതത്തിലായാലും അവരുടെ വിശ്വാസത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്നതോ അല്ലെ വിശ്വാസത്തിൽ നമ്മൾ ഒരു പിന്നോട്ട് പോകുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നതോ അല്ല നമ്മുടെ വിശ്വാസം നമുക്ക് വളരാതിരിക്കുന്നതോ നമ്മൾ നിരാശയിലേക്ക് അല്ലെങ്കിൽ പിന്തിരിഞ്ഞു പോവുക ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇടർച്ചകൾ ഉണ്ടാകുമ്പോൾ ആ ഇടർച്ച ഉണ്ടാവാൻ കാരണങ്ങൾ പലതുണ്ടാവാം. ഒരുപക്ഷെ നമ്മുടെ തന്നെ പ്രവർത്തികൾ കൊണ്ട് ഇടർച്ച ഉണ്ടാവാം, മറ്റുള്ളവരുടെ പ്രവർത്തികൾ കൊണ്ട് ഇടർച്ച ഉണ്ടാവാം, അല്ലെ മറ്റുള്ളവരുടേതായ വാക്കുകൾ, മറ്റുള്ളതായ പ്രവർത്തനങ്ങൾ, നമ്മുടേതായ പ്രതികരണങ്ങൾ, അല്ലെ നമ്മുടേതായ സ്വഭാവ സവിശേഷതകളൊക്കെ പലപ്പോഴും ഇത്തരത്തിലുള്ള ഇടർച്ചകൾ നമ്മുടെ ജീവിതത്തിലും മറ്റുള്ള ജീവിതത്തിലും ഉണ്ടാക്കുവാൻ ഇടയായിത്തീരും. അപ്പോൾ ഇടർച്ച വരുത്തുക അല്ലെങ്കിൽ വരിക എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമുക്കൊരിക്കലും മറ്റൊരു വ്യക്തിക്ക് മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും അംഗീകരിക്കുവാനും ചെയ്യുവാനും കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കാതിരിക്കുക. അതാണ് അതിലൊന്നാമത്തെ കാര്യം. അപ്പൊ നമുക്കൊരു വ്യക്തിയെ അറിയാമെങ്കിൽ, നമുക്കൊരു വ്യക്തിയെ മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ ആ വ്യക്തി എന്താകുമെന്നും ആ വ്യക്തിയുടെ കഴിവ്, ആ വ്യക്തിയുടെ ചിന്താഗതി, ആ വ്യക്തിയുടെ പശ്ചാത്തലം, ആ വ്യക്തിയുടെ അല്ലെങ്കിൽ മറ്റ് ഭൗതിക കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമെങ്കിൽ നാം തീർച്ചയായിട്ടും അതിന് പ്രകാരം നമ്മൾ ആ വ്യക്തിയോട് ഇടപെടുക, ആ വ്യക്തിയോട് സംസാരിക്കുക, ആ വ്യക്തിയോട് എന്തെങ്കിലും ആവശ്യപ്പെടുക, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കാര്യം നമ്മൾ അല്ലെങ്കിൽ ഏൽപ്പിക്കുക. അത് അങ്ങനെ തന്നെ ആയിരിക്കണം. ഒരു വ്യക്തിക്ക് ചെയ്യുവാൻ കഴിയാത്ത, ഒരു വ്യക്തിക്ക് ഗ്രഹിക്കുവാൻ കഴിയാത്ത, ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത, ഒരു വ്യക്തിക്ക് സന്തോഷകരമെല്ലാം തോന്നുന്ന ഒരു കാര്യം നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുവാനോ പ്രവർത്തിക്കുവാനോ ചെയ്യാതിരിക്കുക. അതാണ് നാം ഇടർച്ച വരുത്താതിരിക്കുക എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ
നാം ഒരിക്കലും മറ്റുള്ളവർക്കൊരു നമ്മുടെ വാക്കുകൾ കൊണ്ടോ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടോ നമ്മുടെ സമീപനം കൊണ്ടോ ഒരു ഇടർച്ച ഉണ്ടാവാതിരിക്കാൻ എപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിന് ഓരോരുത്തരും ശ്രദ്ധിക്കുമ്പോൾ തീർച്ചയായും ഒരു നല്ല കൂട്ടായ്മയുടെ അനുഭവം അവിടെ വളർന്നു വരുന്നുണ്ട്. അത് സഭയിലായാലും കുടുംബത്തിലായാലും സമൂഹത്തിലായാലും നാം ഓരോരുത്തരും മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്താത്തവരായി, അല്ലെ മറ്റുള്ളവർക്ക് ഒരു തരത്തിലുള്ള ഇടർച്ചയോ പ്രയാസങ്ങളോ വിഷമങ്ങളോ ഉണ്ടാക്കാത്ത രീതിയിൽ നാം ജീവിക്കാൻ ശ്രദ്ധയുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആലോചന ചോദിച്ചുകൊണ്ട് നാം പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രവർത്തനം മറ്റുള്ളവർക്ക് ഇടർച്ചയായി തീരുകയില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രവൃത്തി ആത്മാർത്ഥമായി തീരും. അതുപോലെ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ വിവേചന ശക്തി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെയൊക്കെ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഇടർച്ച ഉണ്ടാകുകയില്ല എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും? ക്രിസ്തുവിലുള്ള നീതി നമുക്ക് ലഭിക്കാൻ കഴിയും. അപ്പോൾ നാം ഒരിക്കലും സ്വയമായി നീതിയുള്ളവരല്ല, അല്ലെങ്കിൽ നമുക്കൊരു സ്വയനീതി ഇല്ല. നമ്മുടെ നീതി എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തു നമുക്ക് നൽകുന്ന ആ ദൈവത്തിന്റെ നീതിയാണ്. ആ ദൈവത്തിന് നീതി ലഭിച്ചവരായിട്ട് ജീവിക്കുമ്പോഴാണ് നാം ദൈവമക്കളായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ദൈവമക്കൾ എന്ന പദവിയിലേക്ക് നമ്മൾ അല്ലെങ്കിൽ നാം ഉയർത്തപ്പെടുകയും ചെയ്യുന്നത്. ആ ക്രിസ്തുവിന്റെ നീതി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുമ്പോഴും ആ നീതിയിൽ നമ്മൾ ജീവിക്കുകയും ചെയ്യുമ്പോഴാണ്. അപ്പോൾ ദൈവത്തിന്റെ നീതി വസ്ത്രം ധരിച്ച ദൈവത്തിന്റെ മക്കളായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ നിലനിൽക്കുമ്പോൾ തീർച്ചയായും ദൈവസന്നിധിയിൽ നമുക്ക് ആത്മാർത്ഥമുള്ളവരായിട്ടും നമ്മൾ വിവേചന ശക്തിയുള്ളവരായിട്ടും മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്താതെയും നമുക്ക് വിവേകത്തിലും പരിജ്ഞാനത്തിലും സ്നേഹത്തിലും നമുക്ക് നിലനിൽക്കാൻ കഴിയും. അങ്ങനെ തന്നെ നമ്മൾ നിലനിൽക്കണമെന്നാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ പൗലോസിന്റെ ആ ചിന്ത, അല്ലെ പൗലോസിന്റെ ആ വീക്ഷണം എത്രമാത്രം ഉന്നതവും എത്രമാത്രം ആത്മീയമായി നിറവുള്ളതും ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു ആശയം നമുക്ക് സ്വീകരിക്കാൻ കഴിയുമ്പോൾ, നമ്മൾ ചിന്തിക്കാൻ കഴിയുമ്പോൾ നമ്മളും അത്തരത്തിലുള്ളതായ മാറ്റങ്ങൾ, ഇത്തരത്തിലുള്ളതായ വളർച്ചകൾ ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, നമ്മൾ ചിന്തിക്കുന്നു. അതുപോലെ പൗലോസ് ചിന്തിക്കുന്നത്, പൗലോസ് പറയുന്നത് ആത്മീയ വിവേചനത്തെ കുറിച്ച് ഇവിടെ പറയുന്നു. അപ്പൊ അവിടെ നമ്മുടെ ആത്മീയ ജീവിതം തീർച്ചയായിട്ടും നാം എല്ലായ്പ്പോഴും നമ്മൾ തന്നെ വിവേചനം ചെയ്യുന്നവരും നമ്മൾ തന്നെ പരിശോധിക്കുന്നവരും നമ്മൾ തന്നെ ഒരു ആത്മവിശ്വാസം നടത്തുകയും ചെയ്യേണ്ടവരാണ്. ഇവിടെ പൗലോസ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, അനേകർ കർത്താവ് യേശു ക്രിസ്തുവിനെ സാക്ഷീകരിക്കുകയും കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുകയും ചെയ്യുന്നവരുണ്ട്. പലപ്പോഴും അതിൽ തന്നെ വ്യത്യാസം ഉണ്ടാവാം, അന്തരമുണ്ടാവാം, അതിൽ തന്നെ ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാവാം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അങ്ങനെ പല കാര്യങ്ങളും നമുക്കറിയാം ഇന്ന് ലോകത്തിലുണ്ട്. ദൈവത്തിന് വചനം പ്രസംഗിക്കുന്നവരിൽ തന്നെ അത്തരത്തിലുള്ളതായ വ്യത്യാസങ്ങളും വേർതിരിവുകളും ഒക്കെ അന്തരമൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഇവിടെ പൗലോസ് പറയുന്നത്, ഒരു വ്യക്തി നിർബന്ധത്താൽ പ്രസംഗിച്ചാലോ ശാഠ്യത്താൽ പ്രസംഗിച്ചാലോ അല്ലെ മറ്റുള്ളവരുടെ മത്സരത്തിൽ പ്രസംഗിച്ചാലോ പൗലോസ് അതിനെ കാണുന്നത് ഏതായാലും അവർ എങ്ങനെയായാലും അവർ പ്രസംഗിക്കുന്നത് ക്രിസ്തുവിനെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് അവരും ആ സുവിശേഷയുടെ ഭാഗം ചെയ്യുന്നു. അവര് എങ്ങനെ ചെയ്താലും പ്രസംഗിക്കുന്നത് ക്രിസ്തുവിനെയാണ്. അപ്പം നമ്മുടെ ആത്മീയമായ വിവേചന ശക്തി നാം ഉപയോഗിച്ചുകൊണ്ട് ശരിയായി നാം വചനം മനസ്സിലാക്കി വചനത്തിൽ ഗ്രാഹ്യമുള്ളവരായിട്ടും ജ്ഞാനമുള്ളവരായിട്ടും നാം ആത്മാർത്ഥമായി വിവേകത്തോടെ നാം വചനം പഠിക്കുകയും ആ വചനം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ പൗലോസ് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന തരത്തിൽ ഒരു ആത്മീയ വിവേചനമുള്ളവരായിട്ട് നമുക്ക് നിലനിൽക്കാൻ കഴിയുമ്പോൾ ശരിയായതെന്ത് എന്ന് മനസ്സിലാക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കുകയും ആ ശരിയായത് നാം സ്വീകരിച്ചുകൊണ്ട് അല്ലെ നാം അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയും അത് നമ്മൾ മറ്റുള്ളവരായിട്ട് പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ ഒരു ആത്മീയ വിവേചനം ഉള്ള ദൈവത്തിന്റെ മക്കളായി ബരോബിലെ വിശ്വാസികളെ പോലെ നമുക്ക് ദൈവത്തിന്റെ വചനം നമുക്ക് പരിശോധിച്ച് പഠിച്ച് നമുക്ക് ആത്മീയമായിട്ട് വളരുവാൻ കഴിയും. ആ ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് നാം ഓരോരുത്തരും വളർന്നു വരേണ്ടത് ആവശ്യമാണ് എന്ന് പൗലോസ് അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പൗലോസിനെ സംബന്ധിച്ച് നമുക്കറിയാം, താൻ തടവിലായിരുന്നപ്പോഴും ആ തടവിന്റെ അവസ്ഥയിൽ എത്രമാത്രം താൻ ഒരു അസ്വാതന്ത്ര്യനും മാത്രമല്ല ഒരു ബന്ധനത്തിന്റെ അനുഭവത്തിലായിരുന്നെങ്കിൽ പോലും അധികാരത്തിന്റെ കീഴിൽ സ്വാതന്ത്ര്യമില്ലാതെ അല്ലെങ്കിൽ മറ്റ് അതിന്റെ ഭരണാധികാരികളോടോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥന്മാരോടോ പൂർണ്ണമായിട്ടും അനുസരിച്ചുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് മാത്രം പ്രവർത്തിക്കുവാനോ ജീവിക്കുവാനോ നിർബന്ധിക്കപ്പെട്ട പൗലോസ് അവിടെ തന്റെ ആ ബന്ധനാവസ്ഥയിൽ താൻ ജയിലായിരുന്ന സമയത്ത് പോലും കരാഹത്തിലായിരുന്ന സമയത്ത് പോലും തനിക്ക് ഇനി അടുത്ത് എന്ത് ആണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അടുത്ത് എന്ത് ശിക്ഷയാണ് എനിക്ക് ലഭിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇനി അടുത്ത സമയം മറ്റുള്ളവർ കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ തന്നെ എങ്ങനെയാണ് തന്നെ അഭിമുഖീകരിക്കുന്നത് എന്ന് ചിന്തിക്കാതെ പോലും തൻ്റെ കർത്തവ്യം പൗലോസ് നിർവഹിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ ഏത് സാഹചര്യങ്ങളിലും താൻ ശരിയായി ആ സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് താൻ ചെയ്യേണ്ട കാര്യങ്ങൾ തക്ക സമയത്ത് ചെയ്യുവാൻ ഉള്ള ബുദ്ധിയും ജ്ഞാനവും പൗലോസ് പലപ്പോഴും
പ്രദർശിപ്പിച്ചിരുന്നു, കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ ജീവിതത്തിൽ തനിക്ക് അനുഭവിക്കാൻ പോകുന്ന അനന്തരഫലങ്ങളെ ഭയപ്പെടാതെ തന്നെ പൗലോസ് ധൈര്യത്തോടെ സംസാരിക്കുവാനും പ്രസംഗിക്കുവാനും പഠിപ്പിക്കാനും ഒക്കെ പല സന്ദർഭങ്ങളിലും പൗലോസിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പൗലോസിന്റെ ലേഖനങ്ങൾ നമ്മൾ പഠിക്കുന്നു. അപ്പൊ അങ്ങനെ വിശ്വസ്തരായ വേലക്കാരായിട്ട് സുവിശേഷം പ്രചരിപ്പിക്കുന്നതിൽ തീക്ഷ്ണമുള്ളവരായിട്ട് ജീവിക്കുവാൻ ഉള്ള ആത്മശക്തി നമുക്ക് ലഭിപ്പാൻ നമ്മൾ നേരത്തെ പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ ദൈവിക പരിജ്ഞാനവും സ്നേഹവും വിവേകവും ഒക്കെ നമ്മൾ ഉണ്ടാവേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ കർത്താവിന് വേണ്ടി കൂടുതൽ സജീവമായിരിക്കുവാൻ, മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുവാൻ, മറ്റുള്ളവരെ ആ വേലയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ ഉള്ളൊരു ആത്മീയമായിട്ടുള്ള ഒരു ഒരുക്കം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ജീവിത സാഹചര്യങ്ങളെ വിവേചിച്ചറിഞ്ഞുകൊണ്ട് അതിന് പ്രകാരം നമുക്ക് എങ്ങനെ പ്രവർത്തിക്കുവാൻ കഴിയുകയും മറ്റുള്ളവരെ അതേ അവസ്ഥയിലോ സാഹചര്യങ്ങളായിരിക്കുന്നവരെ നമുക്ക് എങ്ങനെ ധൈര്യപ്പെടുത്തുവാനും വിശ്വാസം ഉറപ്പിക്കാൻ കഴിയും എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് പൗലോസ് നമുക്ക് കാണിച്ച മാതൃക നമുക്ക് അവലംബിക്കുവാനും ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും അതിനെ അനുകൂലമാക്കുവാൻ കഴിയുന്ന തരത്തിൽ പ്രവർത്തിപ്പാനും നമ്മുടെ പരിശുദ്ധാത്മ വിവേചന ശക്തി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുവാനും കഴിയുമ്പോൾ നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുവാനുള്ള സ്വർഗീയമായ കാഴ്ചപ്പാടും ദർശനവും ആത്മശക്തിയും ദൈവം നമുക്ക് നൽകുമെന്നും പൗലോസിന്റെ ഈ കാരാഗ്രഹവാസത്തിലുള്ള പ്രവർത്തനങ്ങളെ നമുക്ക് കാണിച്ചു തരുന്നു. അതുപോലെ ആ സുവിശേഷ വേലയുടെ ഫലം നാം പൗലോസിന്റെ ലേഖനങ്ങൾ മാത്രമല്ല മറ്റ് ആദ്യകാല സഭയുടെ ചരിത്രങ്ങൾ പഠിക്കുമ്പോഴും ഈ സുവിശേഷ വേലയുടെ ഫലം എന്ന് പറയുന്നത് നമുക്കറിയാം, ദൈവത്തിന്റെ വേലയിൽ, സുവിശേഷ വേലയിൽ ദൈവത്തെ അനുസരിക്കുന്നവരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരുമായ ജനങ്ങളെ ദൈവത്തിന് വേണ്ടി നേടുക എന്നതാണ്. സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട്, സുവിശേഷം പ്രചരിപ്പിച്ചുകൊണ്ട് അത് സ്വീകരിക്കുന്ന വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കളെ ആ ദൈവവിശ്വാസത്തിലേക്ക് കൂട്ടിച്ചേർക്കുക, അവർ ദൈവമക്കളായി തീരുക, വിശ്വാസമുള്ളതായി തീരുക, ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവരായി തീരുക. അതാണ് സുവിശേഷത്തിന്റെ ഫലം എന്ന് പറയുന്നത്. ഇവിടെ പൗലോസ് പ്രത്യേകിച്ച് 1 കൊരിന്ത്യർ 13 അതുപോലെ 1 തെസ്സലോനിയർ അതിന്റെ 1 അധ്യായത്തിന്റെ 3 വാക്യവും അതുപോലെ 5-8 ഒക്കെ പറയുമ്പോൾ അവിടെ പ്രത്യേകിച്ച് 3 കാര്യങ്ങളെ കുറിച്ചെടുത്ത് പൗലോസ് പറയുന്നുണ്ട്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഈ 3 കാര്യങ്ങൾ ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ആ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിന്റെ മക്കളായിട്ട് കർത്താവിനെ പിൻപറ്റുവാൻ നമുക്ക് കഴിയൂ. അല്ലെങ്കിൽ കർത്താവിന്റെ വചനം നമുക്ക് അനുസരിക്കാൻ കഴിയും. ആ വചനം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയും. അത് നമുക്ക് ഒന്ന് വിശ്വാസം ഉണ്ടായിരിക്കണം. 2, ആ വിശ്വാസത്തിൽ നിന്നുളവാകുന്ന പ്രത്യാശ നമുക്കുണ്ടായിരിക്കണം. ആ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും മുൻപോട്ട് നമുക്ക് യാത്ര ചെയ്യാൻ കഴിയും. പ്രതിസന്ധികൾ ഉണ്ടാവാം, വെല്ലുവിളികൾ ഉണ്ടാവാം, നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവാം, പ്രതിരോധങ്ങൾ ഉണ്ടാവാം, അതുപോലെ പരീക്ഷണങ്ങൾ ഉണ്ടാവാം. പലതരത്തിലുള്ള പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവും, അത് തീർച്ചയാണ്. അപ്പൊ പൗലോസിനെ സംബന്ധിച്ച് അത്രമാത്രം അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ, അത്രമാത്രം പ്രതിരോധങ്ങൾ, അത്രമാത്രം പ്രതിസന്ധികൾ പൗലോസിന്റെ ജീവിതത്തിൽ ഉണ്ടായി. എങ്കിൽ പോലും പൗലോസിന്റെ പ്രത്യാശ അല്പം പോലും ഒരിടത്ത് നഷ്ടപ്പെട്ടു പോയില്ല എന്ന് പൗലോസിന്റെ വാക്കുകൾ നമ്മളെ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ പൗലോസിന്റെ ജീവിതത്തിൽ അവസാന നിമിഷം വരെയും ആ പ്രത്യാശ നിലനിരുന്നുകൊണ്ടാണ് ഞാൻ നല്ല പോർ പൊരുതു എന്ന് പറയുവാൻ പൗലോസിന് കഴിഞ്ഞത്. ആ പ്രത്യാശയിൽ നിന്നുകൊണ്ടാണ് പൗലോസിന് സംസാരിക്കുവാൻ കഴിഞ്ഞത്. അതുപോലെ സ്നേഹം, കർത്താവിൽ നമ്മളെ നിലനിർത്തുന്നത് ആ സ്നേഹമാണ്. ആ സ്നേഹത്തിൽ നിൽക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ദൈവത്തിന്റെ മക്കളായി നിലനിൽക്കുന്നതും മറ്റുള്ളവരെ ആ സ്നേഹത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നതും ആ സ്നേഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് പൗലോസ് പറയുന്നത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന പ്രതിഫലമോ ഈ ലോകത്തിൻ്റെ അംഗീകാരമോ അല്ല നാം ഒരിക്കലും ചിന്തിക്കുന്നത്. നമുക്ക് സൂക്ഷിച്ചിരിക്കുന്ന സ്വർഗത്തിലെ വലിയ ആ വാഗ്ദത്തം അല്ലെങ്കിൽ ആ ഒരു സമ്മാനം, അത് ലഭിക്കുക, ആ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത അവകാശത്തിലേക്ക് നമ്മളെ അതിന്റെ ഉടമസ്ഥരാക്കി മാറ്റുക. 1 പത്രോസ് 1 അധ്യായത്തിന്റെ 4 വാക്യം പറയുമ്പോൾ അതിനായിട്ടാണ് നമ്മൾ പ്രത്യാശയോടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ഈ ലോകം ഒരിക്കലും നമ്മളെ ഒരുപക്ഷെ അംഗീകരിക്കുകയോ മാനിക്കുകയോ
നമ്മുടെ വിശ്വാസം പൂർണ്ണമായി സ്വീകരിക്കുകയോ അത്തരത്തിലുള്ളൊരു സന്തോഷ അനുഭവത്തിൽ നമ്മൾ ജീവിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പലപ്പോഴും സുവിശേഷ വേലയിൽ ദൈവവേലയിലായിരിക്കുന്ന അനേകർക്ക് ഇന്ന് നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് പലയിടങ്ങളിലും അനേക തരത്തിലുള്ള പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിക്കുന്ന അനേക ദൈവത്തിന്റെ മക്കളുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ, തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ പ്രയാസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ നമ്മളിപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ നമ്മളെ അഭിമുഖീകരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മുൻപിലുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ ലോകത്തിന്റെ അംഗീകാരമോ, ഈ ലോകത്തിൻ്റെതായ മാനമോ, ഈ ലോകത്തിൻ്റെതായ അല്ലെങ്കിൽ മറ്റ് പ്രശസ്തി ഒന്നും ദൈവത്തിന്റെ മക്കളെ സംബന്ധിച്ചോ, ദൈവത്തിന്റെ സുവിശേഷ വേലയിലായിരിക്കുന്നവരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ സുവിശേഷ വേല തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു പ്രവൃത്തിയായി ഏറ്റെടുത്തിരിക്കുന്ന സ്വീകരിച്ചിരിക്കുന്നവരെ സംബന്ധിച്ച് അതല്ല. അതിലുപരിയായിട്ട് സ്വർഗത്തിൽ നമുക്കായി സൂക്ഷിച്ചിരിക്കുന്ന ഒരു വാടാത്ത കിരീടം പ്രാപിക്കാൻ തക്കുന്നു. പൗലോസ് പറയുന്നത് പോലെ ആ ഒരു ലാക്കിലേക്ക് ഉയരുവാൻ, ആ ഒരു കിരീടം പ്രാപിക്കാൻ തക്കുന്നു നാം തീർച്ചയായിട്ടും ഈ ലോകത്തിൽ ഇരിക്കുമ്പോൾ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് നാം ആത്മീയമായിട്ട് അല്ലെങ്കിൽ ആത്മാവിൽ ദിനംതോറും വളരുന്ന അനുഭവത്തിലേക്ക് നമ്മൾ വരണം. മാത്രമല്ല തീർച്ചയായും ആ വിശ്വാസത്തിൻ്റെതായ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പുറപ്പെടുവിക്കുവാനും ആ ജീവിതത്തിൽ ഉണ്ടാകുവാനും ആ ഫലങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനുകൂലമായിട്ടും സന്തോഷമായിട്ടും ആനന്ദകരമായിട്ടുള്ള അനുഭവങ്ങളിലേക്ക് അവരെയും എടുത്തു നിർത്തുന്നത് പോകണം. അത് ആയിത്തീരുവാൻ നാം എപ്പോഴും ശ്രദ്ധയുള്ളവരായിരിക്കണം എന്ന് മനസ്സിലാക്കുന്നത്. ഇവിടെ പൗലോസ് ഒരു കാര്യം കൊണ്ട് എടുത്തു പറയുന്നത്, സുവിശേഷത്തിന്റെ ഫലം എന്ന് പറയുമ്പോൾ പൗലോസ് തന്നെ വാസ്തവം പറഞ്ഞാൽ ഈ ദൈവത്തിന്റെ വചനം എല്ലായിടവും പ്രചരിപ്പിച്ചു, അല്ലെങ്കിൽ എല്ലാവരെയും അറിയിച്ചു എന്നവിടെ പറയുമ്പോൾ അന്ന് പൗലോസ് സഞ്ചരിച്ചിരുന്ന പ്രദേശങ്ങളും തന്റെ പ്രവൃത്തിയും അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അനേക ദേശത്ത് കടന്നു പോകുവാനും അനേകരെ കണ്ടുമുട്ടുവാനും സഭകൾ സ്ഥാപിക്കുവാനും അവർക്ക് ദൈവത്തിന്റെ സ്നേഹം പകർന്നു കൊടുക്കുവാനും അവരെയൊക്കെ ദൈവത്തിന്റെ മക്കളാക്കി തീർക്കുവാനും അല്ലെങ്കിൽ കർത്താവിന്റെ ശിഷ്യരാക്കി തീർക്കുവാനും പൗലോസിന് കഴിഞ്ഞിരുന്നത് കൊണ്ട് തന്നെയാണ് പൗലോസ് പറയുന്നത് ഈ ലോകത്തെമ്പാടും ദൈവത്തിന്റെ വചനം പ്രചരിപ്പിക്കുവാൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് കഴിയും എന്നത് പൗലോസിന്റെ ഒരു വലിയ പ്രത്യാശയും പൗലോസ് വിശ്വസിച്ച ഒരു കാര്യവുമാണ്. അതുകൊണ്ട് വചനത്തിലൂടെ മറ്റുള്ളവരെ ഉറപ്പിക്കുവാനും നിലനിർത്തുവാനും നാം എപ്പോഴും ശ്രദ്ധയുള്ളവരും ആ ഒരു ചിന്ത നമുക്കെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ബലപ്പെടുത്തുവാനും തീർച്ചയായിട്ടും നമ്മുടെ പ്രവർത്തനങ്ങൾ അത്തരത്തിൽ നാം ക്രോഡീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മളതിനെ കണ്ടുകൊണ്ട് നാം നമ്മുടേതായ വിശ്വാസ ജീവിതത്തിലും സുവിശേഷ വേലയിലും കൂട്ടായ്മയിലും ആയിരിക്കണമെന്ന് പൗലോസ് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതുപോലെ പ്രാർത്ഥനയുടെ ശക്തി നമുക്കറിയാം. ഈ പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത് അത് അനുഭവിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് പ്രാർത്ഥന ശക്തിയുണ്ട്, പ്രാർത്ഥന ശക്തിയുള്ളതാണ്, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ശക്തിയുടെ അനേക കാര്യങ്ങൾ നമുക്ക് നേടുവാനും അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാനും അനുഭവിക്കാനും കഴിയുമെന്ന് പറയുമ്പോൾ അത് പ്രാർത്ഥനയോട് നമുക്ക് അനുഭവിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റുള്ളവർ അതല്ലാതെ വിവരിച്ച് പറയുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് അനുഭവിക്കുവാനും തിരിച്ചറിയാനും കഴിയും നമുക്ക് പറയാൻ കഴിയില്ല. ഈ പ്രാർത്ഥന ശക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒന്ന് പൗലോസ് പറയുന്നത് പ്രാർത്ഥനയുടെ ശക്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കണമെങ്കിൽ ഒന്ന് നാം പ്രാർത്ഥിക്കുന്ന മുമ്പ് ദൈവത്തിന്റെ ഹിതം എന്ത് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ് പൗലോസ് പറയുന്നത്. അപ്പൊ അവിടെ കൊലോസ്യർ 1:10 പറയുന്നത് ദൈവഹിതത്തെ അറിഞ്ഞുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മനസ്സിൽ വരുന്ന, നമ്മൾ ചിന്തിക്കുന്ന, നമ്മൾ ഓർക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥന ദൈവത്തോട് പറയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ദൈവത്തോട് പറയുകയാണ്. പലപ്പോഴും നമ്മൾ അനേക കാര്യങ്ങൾ പ്രാർത്ഥന ദൈവത്തോട് അപേക്ഷിക്കുന്നുണ്ട്. എന്നാൽ പൗലോസ് പറയുന്നത് അങ്ങനെയല്ല. നാം എന്ത് പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരുന്നു, പഠിപ്പിക്കുന്നു. അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹിതം എന്താണ് എന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ മനസ്സിലാക്കി തരുമ്പോൾ ആ ദൈവഹിതം അറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും ആ പ്രാർത്ഥനയ്ക്ക് അവിടെ ആ ഉത്തരം ലഭിക്കുന്നത്. അതുകൊണ്ട് ഒന്ന് നാം ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയാൻ കഴിയുന്നവരായിരിക്കണം. അപ്പൊ ദൈവത്തിന്റെ ഹിതം എങ്ങനെ തിരിച്ചറിയാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ അതിന് പൗലോസ് പറയുന്ന 2-3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം ദൈവത്തിന്റെ ജ്ഞാനം നമുക്കുണ്ടായിരിക്കും. ദൈവജ്ഞാനം ഉണ്ടാകണം. ആ ദൈവത്തിന്റെ ജ്ഞാനം നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിൽ കൂടെ തന്നെയാണ്. അപ്പൊ ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവജ്ഞാനം പ്രാപിച്ച് പരിശുദ്ധാത്മാ ശക്തിയിൽ ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കി ആ ഹിതത്തിനനുസരിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ശക്തിയുള്ളതായിട്ട് മാറുന്നു. ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നു എന്നതാണ്. 2, ആ വചനത്തിലൂടെ തീർച്ചയായിട്ടും ആത്മീയമായ കാഴ്ചപ്പാടുകളുടെ ദർശനത്തിൻ്റെതായ വാതിൽ നമുക്ക് തുറന്നു ലഭിക്കാൻ ദൈവത്തിന്റെ
ഹിതം അല്ലെ ദൈവത്തിന്റെ ദൈവിക നടത്തിപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തീർച്ചയായിട്ടും അത് നമ്മളെ സഹായിക്കും. അതും വചനത്തിന്റെ വാതിൽ അത് നമുക്ക് തുറന്നു വരുന്നു. യെശയ്യാപ്രവചനം 30:21 പറയുന്നത്. അപ്പോൾ വചനത്തിലൂടെ നാം ദൈവ അനുഗ്രഹങ്ങളുടേതായ ആ വാതിൽ അല്ലെങ്കിൽ ആ കലവറ തുറക്കപ്പെടുവാനും അങ്ങനെ നാം പ്രാർത്ഥിക്കുമ്പോൾ നാം അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ ഇടയായി തീരുകയും ചെയ്യുന്നു. അത് മാത്രമല്ല, മൂന്നാമത്തെ കാര്യം, പരിശുദ്ധാത്മാ അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ ശബ്ദം തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നു. ആ തിരിച്ചറിയാനുള്ള കഴിവ് നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പറയുന്നത് നാം സഞ്ചരിക്കുമ്പോൾ നീ വലത്തോട്ട് തിരിയുമ്പോഴോ ഇടത്തോട്ട് തിരിയുമ്പോഴോ വഴി ഇതാകുന്നു, ഇതിൽ നടക്കുവിനെന്ന് പിന്നിൽ നിന്ന് പറയുന്നൊരു ശബ്ദം കേൾക്കുവാൻ കഴിയും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പലപ്പോഴും നാം എങ്ങോട്ട് പോകണം, അല്ലെ നാം എന്ത് ചെയ്യണം, അല്ലെ നാം എന്ത് സംസാരിക്കണം, ഈ ഒരു കാര്യം പലപ്പോഴും പല സന്ദർഭങ്ങളിലും നമ്മൾ പൊതുവിന്റെ ഭാഗങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ തീർച്ചയായും നാം ഈ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവിക ജ്ഞാനത്തിൽ നാം വളർന്നവരാണെങ്കിൽ നമുക്ക് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കും. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മുടെ നാവിൽ തരും. പൗലോസ് തന്നെ ആ കാര്യം പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും പരിശുദ്ധാത്മാവിന്റെ ശബ്ദം നമുക്ക് തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ നമ്മുടെ പ്രതിസന്ധികളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ, നമ്മുടെ വിഷമങ്ങളിൽ, നമ്മുടെ വലിയ ദുഃഖത്തിൽ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയും. അങ്ങനെ നമ്മുടെ പ്രാർത്ഥന ശക്തിയുള്ളതായിട്ട് മാറുവാൻ കഴിയും. പരിശുദ്ധാത്മാവിന്റെ ആലോചന നമുക്ക് ലഭിക്കുകയും ആ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയും ചെയ്യുമ്പോൾ നമുക്ക് നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവികതം അനുസരിച്ച് വചനത്തിൽ അടിസ്ഥാനപ്പെടുത്തി നാം പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും ആ പ്രാർത്ഥന ദൈവം കേൾക്കുകയും നമുക്ക് ആ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുകയും ലഭിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ പ്രാർത്ഥന ശക്തിയുള്ളതായിട്ട് മാറും എന്ന് പൗലോസ് പറയുന്നത് പൗലോസ് തന്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്ന കാര്യമാണ്. പൗലോസിന്റെ സുവിശേഷം വലിയ പലപ്പോഴും പരിശുദ്ധാത്മാവ് പൗലോസിനോട് ഇന്ന പ്രദേശത്ത് ഇന്ന രാജ്യത്ത് ഇന്ന സ്ഥലത്ത് നീ പോകരുത്, ഇന്ന സ്ഥലത്ത് സുവിശേഷം പ്രസംഗിക്കരുത് എന്ന് പറയുകയും ചില സ്ഥലങ്ങളിൽ നിന്ന് പൗലോസിനോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയൊക്കെ ചെയ്ത് പല സന്ദർഭങ്ങളിലും പരിശുദ്ധാത്മാവ് തന്നെ പൗലോസിനോട് നേരിട്ട് സംസാരിക്കുന്ന കാര്യം പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നാം പൗലോസ് പറയുന്നത് ഇതുപോലെ നാം ദൈവഹിതത്തെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം വചനം പഠിച്ച് ദൈവിക ജ്ഞാനത്തിൽ നാം ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കി തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടാകുകയും, അല്ലെങ്കിൽ ശക്തി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുക, അതാണ് പ്രാർത്ഥന ശക്തിയുള്ളതെന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടുകൊണ്ട് നമുക്കതിന് മറുപടി ലഭിക്കുമ്പോൾ നാം ആത്മീയമായിട്ട് മാത്രം വളരുന്നവരായി തീരുവാൻ പ്രത്യാശയിൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ കഴിയുകയും ചെയ്യുമെന്ന് ചിന്തിക്കുക. ആ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വളരണം എന്ന് പൗലോസ് ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ പൗലോസ് ഫിലിപ്പിയിലെയോ അല്ലെ കൊലോസിയൽ സഭയിലെ വിശ്വാസത്തോട് പറയുമ്പോൾ ഇത് അവരോട് പറയുന്നത് മാത്രമല്ല, ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ലോകവാസം വന്നിരിക്കുന്ന നമ്മുടെ ബുദ്ധിവശനായത് നൽകിയിരിക്കുന്നതെന്ന് നമ്മൾ വചനം വായിക്കുമ്പോൾ ഈ ലോകവാസത്തിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമുക്ക് ബുദ്ധി ഉപദേശിച്ചുകൊണ്ട് പൗലോസ് നൽകുന്ന ആലോചനകളൊക്കെ ഇങ്ങനെ കാണാൻ കഴിയണം. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായിട്ട് വളർച്ച ഉണ്ടാകുന്നത്. ഇപ്പൊ പൗലോസ് പറയുന്നത് കർത്താവിന് യോഗ്യരായി നടക്കുക. അവിടെ കൊലോസി സഭയിലെ വിശ്വാസത്തോട് പറയുന്നത് അതാണ്, കർത്താവിന് യോഗ്യരായിട്ട് നടക്കുക. കാരണം നമ്മെ കർത്താവാണ് അതിന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ നിയമം അനുസരിച്ച് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. പുറപ്പാട് 18:20 അത് നമുക്ക് കഴിയണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പൂർണ്ണമായിട്ടും കീഴ്പ്പെടണം. ദൈവത്തിന്റെ നിയമം അനുസരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പറഞ്ഞാൽ 10 കൽപ്പന നമ്മൾ അനുസരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുകയാണ്. 10 കൽപ്പന അനുസരിച്ച് ജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ ഒരു വ്യക്തികൾക്കും പൂർണ്ണമായിട്ടും 10 കൽപ്പനകളോ അല്ലെങ്കിൽ ദൈവത്തിന്റെ നിയമമോ അല്ലെങ്കിൽ ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കുന്നു പറയാൻ കഴിയില്ല. കാരണം മാനുഷികമായിട്ടുള്ള ഒരു ശക്തി കൊണ്ടും നമുക്ക് പൂർണ്ണമായിട്ടും ദൈവത്തെ കൽപ്പനകളെ നമുക്ക് അനുസരിക്കാൻ കഴിയില്ല. അവിടെ പലപ്പോഴും വീഴ്ചകളുണ്ടാവാം, പോരായ്മകളുണ്ടാവാം, കുറവുകളുണ്ടാവാം, കുറ്റങ്ങളുണ്ടാവാം, തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം നാം മാനുഷ്യമായിട്ട് ചിന്തിക്കുന്ന പോലെ അല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദൈവിക നിയമങ്ങളെ നമ്മൾ ഇങ്ങനെ പാലിക്കുവാൻ കഴിയും അല്ലെങ്കിൽ അങ്ങനെ പാലിക്കണം എന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരുന്ന ആലോചന പോലെ അല്ല നാം ചിന്തിക്കുന്ന കാര്യം, നാം മനസ്സിലാക്കുന്ന കാര്യം. അപ്പൊ അതാണ് പൗലോസ് ഫിലിപ്പിയിലെ വിശ്വാസികളോട് പ്രാർത്ഥിച്ചിട്ടുള്ള അങ്ങനെ പ്രാർത്ഥിക്കാൻ ഇടയായിത്തീർന്നു. അതുകൊണ്ടാണ് അവർക്കത് മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആലോചന, പരിശുദ്ധാത്മാവിന്റെ ശബ്ദം, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം മനസ്സിലാക്കുവാനും അത് സ്വീകരിക്കുവാനും കഴിയുന്ന ഒരു ആത്മീയ അവസ്ഥയിലേക്ക് അവർ വളർന്നു വരണമെന്ന് പ്രാർത്ഥിക്കാൻ കാരണം അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ ഒരിക്കലും ഒരു വ്യക്തിക്കും ദൈവത്തിന്റെ നിയമങ്ങൾ പൂർണ്ണമായിട്ടും പാലിക്കാൻ കഴിയില്ല, അനുസരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പൗലോസ് പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുക.
ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുക. കൊലോസ്യർ 1:10. അതുപോലെ നാം ദൈവത്തോട് എപ്പോഴും നന്ദിയുള്ളവരായിട്ടും ഇരിക്കുക. എന്തുകൊണ്ട് ദൈവത്തോട് നന്ദിയുള്ളവരായിട്ടിരിക്കുന്നത്? നമുക്ക് ഈ ലോകത്ത് ജീവിക്കുവാനുള്ള സ്വർഗീയമായ അല്ലെങ്കിൽ ദിവ്യമായ ആലോചനകൾ തന്ന് വിശ്വാസം നൽകി പ്രത്യാശ നിലനിർത്തി ദൈവിക പരിജ്ഞാനത്തിൽ നാം ജീവിച്ച് നാം ആത്മീയമായിട്ട് അല്ലെങ്കിൽ വിവേചന ഉള്ളവരായിട്ട്, വിവേചന ശക്തിയുള്ളവരായിട്ട്, അല്ലെങ്കിൽ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നാം വിവേചിക്കപ്പെടുന്നവരായിട്ട്, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ മനസ്സിലാക്കുന്നവരായിട്ട്, അതിന് നമുക്ക് പഠിക്കാൻ കഴിയുന്നവരായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തിന്റെ അല്ലെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു നല്ല ശിഷ്യന്മാരായിട്ട്, നല്ല മക്കളായിട്ട് നമുക്ക് നിലനിൽക്കാൻ കഴിയും. അങ്ങനെ നമ്മൾ ഈ സമൂഹത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ പരിജ്ഞാനത്തില്, സ്നേഹത്തില്, വിവേകത്തില്, പ്രത്യാശയില്, സ്നേഹത്തില്, അതുപോലെ പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ നാം ജീവിക്കുമ്പോൾ നല്ല സുവിശേഷകരായിട്ട്, നല്ല കർത്താവിന്റെ അല്ലെങ്കിൽ ശിഷ്യന്മാരായിട്ട്, നല്ല മക്കളായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു ജീവിത സാഹചര്യത്തിലേക്ക്, അത്തരത്തിലുള്ള ജീവിത അനുഭവത്തിലേക്ക്, അത്തരത്തിലൊരു ആത്മീയ വളർച്ചയിലേക്ക് നാം ഓരോരുത്തരും വളർന്നു വരണം എന്നതാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. ആ ഒരു ചിന്തയോടെ, അല്ലെ ആ ഒരു ആശയത്തോടെ നമുക്കും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആത്മാവിൽ വളരുവാനും, ദൈവത്തിന്റെ വചനം പഠിക്കുവാനും, ദൈവിക പരിജ്ഞാനത്തിൽ വളരുവാനും, ദൈവത്തിന്റെ നിയമങ്ങളും ആത്മാവിൽ അനുസരിപ്പാനും അത് നമുക്ക് പാലിക്കുവാനും കഴിയുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഏവരെയും സഹായിക്കട്ടെ എന്ന പൗലോസിന്റെ ഈ ഒരു ആശയം, ഈ ഒരു ഓർമ്മപ്പെടുത്തൽ നമ്മുടെ ആത്മജീവിതത്തിൽ നമ്മളെ എപ്പോഴും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പാഠം ഉപസംഹരിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ സ്നേഹിക്കുന്ന നിങ്ങളെ വാഴ്ത്തപ്പെട്ട കർത്താവേ എന്നുള്ള ദൈവമേ, ഒരിക്കൽ കൂടി കർത്താവിന്റെ തിരുവചനം പഠിക്കുവാൻ, പ്രത്യേകിച്ച് കർത്താവെ അപ്പോസ്തലൻ പൗലോസ് ഫിലിപ്പിയിലെയും കൊളോസിലെയും എന്നൊരു വിശ്വാസികൾക്ക് എഴുതുമ്പോൾ അത് അവർക്ക് മാത്രമല്ല, ഈ ലോക അവസാനം ജീവിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അത് ഏറ്റവും ആവശ്യമാണ്. അടിയങ്ങൾക്ക് വേണ്ടിയാണ് ആ ലേഖനങ്ങൾ അല്ലെങ്കിൽ ആ വചനങ്ങൾ എഴുതപ്പെട്ടത് എന്ന് ചിന്തിച്ചുകൊണ്ട് പൗലോസ് തന്റെ ആ വചനങ്ങളോടെ അടിയങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അടിയങ്ങൾക്ക് മനസ്സിലാക്കുവാൻ, അതിന് പ്രകാരം അടിയങ്ങൾക്ക് ജീവിക്കും. ദൈനംദിനമായിട്ട് അവിടുത്തെ വിശുദ്ധന്മാരുടെ ബലത്തിൽ, പരിജ്ഞാനത്തിൽ അടിയങ്ങളെ തന്നെ വിവേചിച്ചുകൊണ്ട് ദൈവത്തിന്റെ നല്ല മക്കളായി, സാക്ഷ്യമുള്ളവരായി, അനേകർക്ക് ആ ദൈവസ്നേഹം പകർന്നു കൊടുത്തുകൊണ്ട് ജീവിക്കുന്നവരായി തീരുവാൻ അടിയങ്ങളോടും സഹായിക്കണം. അത് കൃപയിൽ അടിയങ്ങൾ എല്ലാവരും സൂക്ഷിക്കണം. ഈ പാഠമണ്ഡലത്തിൽ സംബന്ധിക്കുന്ന എല്ലാവരും, പാട്ട് പഠിക്കുന്ന എല്ലാ മക്കളെയും അവിടുത്തെ ആത്മാവിലും അവിടുത്തെ സമാധാനത്തിൽ നിറയ്ക്കണം. മനോമൊത്ത കഥ വന്നെടുക്കണം. അടിയങ്ങൾ കാഴ്ച യേശു നാം ചോദിക്കുമ്പോൾ കൂടിയായിട്ട് നല്ല ദൈവമേ, ആമേൻ.